ദിവസമുണ്ടായ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു അപകടമായിരുന്നു ജബൽപൂരിൽ ഒരു ബോട്ട് അപകടത്തിൽപ്പെടുന്നതും അതിൽ ഒരു അമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അങ്ങനെ ദൃശ്യങ്ങളൊക്കെ ദൃശ്യങ്ങൾ വരെ അതിനൊപ്പം പ്രചരിച്ചു എങ്കിൽ പോലും അത് വല്ലാതെ ആളുകളിൽ വിഷമുണ്ടാക്കിയൊരു അപകടമായിരുന്നു. അതിൽ 70 ലൈഫ് ജാക്കറ്റുകൾ ആ ബോട്ടിൽ ഉണ്ടായിരുന്നുവെന്നാണ് ബോട്ട് ഡ്രൈവറുടെ സഹായി പറയുന്നത്. യാത്രക്കാരോട് ലൈഫ് ജാക്കറ്റുകൾ ധരിക്കാൻ പറഞ്ഞിരുന്നു. വെള്ളം കയറിയപ്പോൾ മാത്രമാണ് ആളുകൾ ലൈഫ് ജാക്കറ്റ് ഇടാൻ തുടങ്ങിയത് എന്നും ഡ്രൈവറുടെ സഹായി പറഞ്ഞു. ഇതോടെ നിലവിൽ ഇപ്പോൾ മരണസംഖ്യ 11 ഉയർന്നിട്ടുണ്ട്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിലെ ഡ്രൈവറെയും സഹായിയും ഒക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു അല്ലേ, ഈ ലൈഫ് ജാക്കറ്റുകൾ നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പറഞ്ഞതിൽ യാഥാർത്ഥ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലായാലും ബോട്ടുകളിലൊക്കെ പലപ്പോഴും ലൈഫ് ജാക്കറ്റുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ യാത്രക്കാർ തന്നെ പലപ്പോഴും അത് അണിയാൻ തയ്യാറാകാറില്ല. ഇപ്പോൾ ജീവനക്കാർ പറഞ്ഞാൽ പോലും ആളുകൾ അത് ധരിക്കാൻ തയ്യാറാകാത്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലേ, അറിയില്ല. ദിവിഷ, ഈ വാദം ഉന്നയിക്കുമ്പോൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തു വിടുകയും ചെയ്തതാണ്. കാരണം ഈ ബോട്ടിൽ വെള്ളം കയറി തുടങ്ങുമ്പോൾ ഒരു പാക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് ആ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഈ ലൈഫ് ജാക്കറ്റ് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണം ബോട്ടിന്റെ നാവികനായിട്ടുള്ള അല്ലെങ്കിൽ സ്രാങ്കായിട്ടുള്ള ആൾ ഇപ്പോൾ പ്രതികരണമായി നടത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ ബോട്ടിൽ 70 ലൈഫ് ജാക്കറ്റ് ഉണ്ട് എന്നാണ്. 29 പേർക്കാണ് ടിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപകട സമയത്ത് ബോട്ടിൽ ഉണ്ടായിരുന്നത് 40 പേരാണ്. ഇവിടെ മുതൽ തുടങ്ങുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രദേശത്ത് ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിരുന്നു. ശക്തമായ കാറ്റിനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ മഴയ്ക്കുള്ള സാധ്യതയും പറഞ്ഞിരുന്നു. പക്ഷെ ആ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ബോട്ടിൽ യാത്രക്കാരുമായി പോയി എന്നതായിരുന്നു മറ്റൊരു ആരോപണം. ഇതിൽ ബോട്ട് ഓടിച്ചിരുന്നവർ പറയുന്നത് തങ്ങൾക്ക് അത്തരത്തിലുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ സഹായത്തിനായി മറ്റൊരു ബോട്ട് അയക്കണമെന്ന് തങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു എന്നതാണ്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ബോട്ട് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ആളുകളെ കൊണ്ടുപോകുന്നതിൽ മതിയായ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. അമിതമായി ആളുകളെ കയറ്റി ലൈഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നില്ല. കാരണം 29 പേരുടെ യാത്രയിൽ 29 ലൈഫ് ജാക്കറ്റേ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതും വെള്ളം പൊങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ ബോട്ടിനുള്ളിലേക്ക് വെള്ളം കയറി തുടങ്ങിയതിനു ശേഷമാണ് വിതരണം ചെയ്തത് എന്നുമായിരുന്നു. ഇപ്പോൾ ബോട്ടിൽ ആവശ്യത്തിനുള്ള ലൈഫ് ജാക്കറ്റുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തലാണ് ബോട്ടിന്റെ മറ്റൊരു സ്രാങ്ക് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് ഒരു ഉന്നതതല സമിതി അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മതിയായ രീതിയിലുള്ള അല്ലെങ്കിൽ മതിയായ അളവിലുള്ള ലൈഫ് ജാക്കറ്റുകൾ ബോട്ടിൽ ഉണ്ടായിരുന്നോ എന്നതും അതോടൊപ്പം തന്നെ അപകട കാരണം എന്താണ് എന്നത് സംബന്ധിച്ചും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ബോട്ടിന്റെ സ്രാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ 9 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ 4 പേരെ കാണാതായതായും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ 2 ആൺകുട്ടികളുടെ കൂടി മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെയാണ്. 11 പേരുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ദിവിഷ്. ശരി.